മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങനെ അധികം സൂഫിസം എന്താണ് അല്ലെങ്കിൽ ഖവാലി എന്താണ് അങ്ങനെ ഒരു കൃത്യമായൊരു അറിവുണ്ടാവണം എന്നില്ല. അപ്പം പലർക്കും സംശയമുണ്ട്, സൂഫി സംഗീതം ഏതാണ്, ഖവാലി തന്നെയാണോ, ഗസൽ തന്നെയാണോ സൂഫി സംഗീതം എന്ന് പറയുന്നത്, അതോ ഇങ്ങനെ ഡാൻസ് ഇങ്ങനെ കളിച്ചുകൊണ്ട് പാടുന്നതാണോ, ഇങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട്. പെട്ടെന്നൊന്നും അത് പറയാൻ പറ്റില്ല എങ്കിൽ പോലും ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഷബ്നത്തിന് ഇതിനെക്കുറിച്ച് കുറേ പഠിച്ച ആളെന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ സൂഫി സംഗീതം എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും ഒരു ഉന്മാദാവസ്ഥ തരുന്നത്, ഒരു എക്സ്ട്രീം ഡിവോഷണൽ എക്സ്പ്രഷൻ എന്ന് വരുന്നത് ഖവാലീസാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അതിലെ എല്ലാ ഫോംസും വരുന്നുണ്ട്. കാര്യം അത് ചെറുതായിട്ട് ആ ഒരു പ്രണയമാണല്ലോ. അപ്പോൾ അതിനകത്ത് എല്ലാ ഇമോഷൻസും വരുന്നുണ്ടെന്നുള്ളതാണ് ഒരു ഖവാലിയിൽ. അതിങ്ങനെ സ്ലോ പേസിൽ തുടങ്ങി പിന്നീട് ഒരു മീഡിയം പേസിൽ പോയിട്ട് ഇടയ്ക്കിങ്ങനെ സംസാരിക്കുന്നുണ്ട്. പിന്നീട് അതൊരു എന്താണ് വളരെ ഫാസ്റ്റായിട്ട് ഇങ്ങനെ പാടി പോവുക എന്നുള്ള. അപ്പോൾ ആ ഒരു ഫുൾ ഫോമാറ്റ് ഇപ്പോൾ നമ്മൾ കീർത്തനം പാടുമ്പോൾ എല്ലാം പാടില്ല, അപ്പോൾ അതിനകത്ത് ഇംപ്രൊവൈസേഷൻസ് പറ്റും. അപ്പോൾ മെയിൻലി ഇപ്പോൾ നമ്മൾ ഖവാലിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ രണ്ടാമത് വരുന്നത് എന്ന് പറയുന്നത് ഗസലിന് പറയുന്നത്, ഇപ്പോൾ ഗസൽ എന്ന് പറയുമ്പോൾ അത് ലവ് പോയട്രിയാണ്. അത് സ്പിരിച്വലി നമ്മൾ പറയുമ്പോൾ അത് ജീവാത്മാവും പരമാത്മാവുമായിട്ട് ആ ലവ് പോയിട്രി വരുമ്പോൾ അതിന് കാഫി എന്ന് പറയും. അപ്പോൾ ആ ഒരു 2 ഫോമാറ്റ്സാണ് ഇപ്പോൾ മെയിൻലി ഉള്ളത്. പിന്നെ ഇപ്പോൾ ഇനി പറഞ്ഞ പോലെ നൂറാൻ സിസ്റ്റേഴ്സ് ഒക്കെ അവരുടേതായ ഒരു ശൈലിയിൽ പാടുന്നുണ്ട്. ഖവാലിയും അല്ല കാഫിയും അല്ല, ഒരു അങ്ങനെ സ്വന്തമായിട്ട് ശൈലിയിൽ. അതാണ് ഞാൻ പറഞ്ഞത്, അവരവരുടെ എക്സ്പ്രഷന് നമുക്ക് എന്താണോ ചേരുന്നത് അങ്ങനെ നമുക്ക് പാടാം. അപ്പോൾ ഈ ഖവാലി എന്ന് പറയുന്നതും കാഫി എന്ന് പറയുന്നതും ഈ വേളിംഗ് ഡർവിഷ് ഉണ്ടല്ലോ, ഇങ്ങനെ നമ്മൾ അതാണ് അതും ഈ ഒരു എക്സ്റ്റസി മതിമറന്നിട്ടുള്ള ഒരു കറക്കം ആണ്. അപ്പോൾ അതൊക്കെ സൂഫി ആർട്ടിൽ വരുന്നതാണ്. ഇതെല്ലാം സൂഫി മ്യൂസിക്കാണ്. ശരിക്കും ഇതിന് എത്രത്തോളം ഓഡിയൻസ് ഉണ്ട് എന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് തന്നെ അറിയാം പല സ്റ്റേജ് ഷോസിലും പഴയ പാട്ടുകൾ പോലും പാടാറില്ല. ഭയങ്കര ഫാസ്റ്റായിട്ട് നമ്മളിങ്ങനെ ഓരോ ഈവൻറ്റും എൻജോയ് ചെയ്തു പോകുന്ന സമയങ്ങളിൽ ഈ ഇത്തരം സംഗീത ശാഖയ്ക്ക് ഓഡിയൻസസ് ശരിക്കും ഉണ്ടോ? റഹ്മാൻ അദ്ദേഹമാണ് ഈ പാട്ട് കൂടുതൽ ജനകീയമാക്കിയത്. ഒരു സിനിമാറ്റിക് വെർഷൻ കൊണ്ടുവന്നു. അദ്ദേഹത്തിന് ഒരു ഭയങ്കര റോളുണ്ട്. ഇതിനെ കുറച്ച് പോപ്പുലറൈസ് ചെയ്യാൻ വേണ്ടി എന്താണ് സൂഫിസം ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്ന കുട്ടികളുണ്ട് ഒരുപാട്. അതായത് എന്താണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം, അല്ലെങ്കിൽ ഈ സോങ്സ് കേട്ട് അതിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ഈ സൂഫിസം എന്താണെന്ന് അറിയണം, സൂഫിസം പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ യങ്സ്റ്റേഴ്സ് കുറേ അട്രാക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ എനിക്കും അതിൽ പറയാനുള്ളത്, ഒരിക്കലും നമ്മളൊരു കുറേ ബുക്സ് സൂഫി ബുക്സ് വായിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ കുറേ സൂഫി ഇത് കേട്ടത് പിന്നെ പ്രസംഗങ്ങൾ കേട്ടത് കൊണ്ടോ ഒന്നും ഒരു സൂഫി ആവില്ല കേട്ടോ. അതിന് ഉള്ളിൽ നിന്ന് തന്നെ ഒരു കോളിംഗ് എന്ന് പറയില്ലേ, ആ ഒരു സംഭവം ഉണ്ടെങ്കിൽ മാത്രമേ, എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി എവിടെയെങ്കിലും ഈ ഒരു സംഭവം എല്ലാ സൂഫീസും ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് ഒരു ചെയിൻ പോലെ ഇങ്ങനെ എന്തെങ്കിലും ഒരിക്കൽ കണക്റ്റഡ് ആയിട്ട് പോകും എന്നുള്ളത് ഒരു സത്യമാണ്. അത് നമുക്ക് പലർക്കും ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. എല്ലാവരും ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് പോകാറുണ്ട് സൂഫീസ്. അപ്പോൾ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും, ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു പല ലോകത്തിൻ്റെ തന്നെ പല ഭാഗത്തുള്ള സൂഫികളായിക്കോട്ടെ, മുർഷിദ്, അപ്പം ഇവരൊക്കെ എങ്ങനെയൊക്കെയോ ഞാനുമായിട്ട് കണക്റ്റഡ് ആവുന്നുണ്ട്. അപ്പോൾ അത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. ഇങ്ങോട്ട് മെസ്സേജ് അയക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മുടെ സോങ്സ് കേട്ടിട്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരു സൂഫിയുടെ ദർഗയിൽ കുറേ സ്കോളേഴ്സ് വിസിറ്റ് ഉണ്ട്, വരണം എന്നൊക്കെ പറഞ്ഞിട്ട്, അങ്ങനെ അതൊക്കെ ഒരു വലിയ ഭാഗ്യമാണ്. ശരിക്കും ഷബ്നം ഈശ്വരവിശ്വാസിയാണല്ലോ, അങ്ങനെ ഒരു പ്രാർത്ഥന പോലെ എപ്പോഴും മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു പാട്ടുണ്ടാവുമോ? ഈശ്വര വിശ്വാസി എന്ന് പറയുമ്പോൾ ഒരു കാര്യം പറയണം. ഇപ്പം ചിലർ പറയാറുണ്ട് സൂഫികൾ നമസ്കരിക്കാറില്ല എന്ന് പറയാറുണ്ട്. എല്ലാവരുമല്ല, ചിലർ പറയും. പല കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കാണല്ലോ ഇതൊരു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൺസെപ്റ്റിലൊരു യഥാർത്ഥ സൂഫി എന്ന് പറയുമ്പോൾ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നമസ്കരിക്കാൻ നിൽക്കുന്ന ആളായിരിക്കും ഒരു യഥാർത്ഥ സൂഫി. കാര്യം അത്രയും നമുക്ക് ആ ഒരു എർജാണ്, ആ ഒരു ഡയറക്റ്റ് കോൺവെർസേഷന്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഡയറക്റ്റായിട്ട് സംസാരിക്കാനുള്ള ഒരു ഏർജിൻ്റെ പുറത്ത് നമ്മൾ ആ ഒരു കാത്തിരുന്ന് നമസ്കരിക്കും ഒരു യഥാർത്ഥ സൂഫിയാണെന്നുണ്ടെങ്കിൽ. കാര്യം അങ്ങനെ വരുള്ളൂ. അല്ലാണ്ട് നമ്മളിപ്പോൾ നമസ്കരിക്കാതെ നടന്ന് അങ്ങനെ ഉണ്ടാവാം, എനിക്കറിയില്ല കേട്ടോ. പക്ഷേ എൻ്റെ ഒരു കൺസെപ്റ്റ് ഇങ്ങനെയാണ്. എത്രത്തോളം നമ്മൾ അടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണല്ലോ പാട്ടുകളിലും വരുന്നത്, എനിക്ക് നിന്നിലേക്ക് ചേരണം, ആ ഒരു ഏർജ്നെസ് ടു യുണൈറ്റ് വിത്ത് ദി ഓൾമൈറ്റി എന്നുള്ളതാണ്. അപ്പോൾ അതെപ്പോഴും ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു സോങ് പറയുകയാണെങ്കിൽ, യാ നബി
मैं फ़कीरे अजम तेरे गुन्नोळे लब, मैं तलब ही तलब तू अता ही अदा, तू कुजा मन कुजा, तू कुजा मन कुजा.